നമസ്കാരം. ഇന്നിപ്പോൾ കേരളത്തിൽ ഉച്ച മുതൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ബസ്സിനുള്ളിൽ വെച്ചിട്ട് ഒരു പെങ്കൊച്ച് ഒരു ആൾ ടച്ച് ചെയ്തു എന്ന രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോന് പുറമെ അദ്ദേഹം ജീവൻ ഒടുക്കി മനം നൊന്തിട്ട് എന്ന രീതിയിൽ ജീവൻ ഒടുക്കി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ന്യൂസിലില്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ ഇനി അത് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടെന്നുണ്ടെങ്കിൽ നിയമം മനുഷ്യവാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ആ പെണ്ണിന് കൊടുക്കണം. അതും മുഖം മറയ്ക്കാതെ തന്നെ ജനങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞ പോലെ അവളെ കൊണ്ടുവരണം. നല്ലൊരു ശിക്ഷ അവൾക്ക് വാങ്ങിക്കൊടുക്കണം. ഒന്നാമത്തെ കാര്യം. മലയാളി ചെറ്റകളെ എല്ലാവരും അല്ലോ കുറച്ച് പേര് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമെങ്കിൽ അതിനെ വിഭാഗതിയാക്കി ആണിന് വന്ന ആണെല്ലാവരും കൂടെ ഒരുമിച്ചേക്കും, പെണ്ണ് വന്ന പെണ്ണിനെ ഒരുമിച്ചേക്കും, രാഷ്ട്രീയം. ഈ പരിപാടി ആദ്യം നിർത്ത്, മനസ്സിലായില്ലേ? പെണ്ണാണേലും ആണാണേലും അത് ഈക്വലായിട്ട് ആ ഒരു ലീഗലായിട്ട് കാണാൻ ആദ്യം പഠിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പെണ്ണ് കാരണം ആണ് ആഴ്ചയിൽ ഒരു 5 പേര് മരിക്കുന്നുണ്ടെങ്കിൽ ഒരു ആണ് കാരണം ആഴ്ചയിൽ ഒരു 100 പെണ്ണുങ്ങളും അല്ലെങ്കിൽ ഒരു 50 പെണ്ണുങ്ങളും മിനിമം മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാം പറയാനുള്ള ഒരു കാര്യം ആണുങ്ങൾക്ക് ഉണ്ടാവണം, അത് പെണ്ണുങ്ങൾക്കും ഉണ്ടാവണം, മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വന്നു. അപ്പോൾ വനിതാ കമ്മീഷൻ എല്ലാവരുടെയും കയറി കുണയ്ക്കണത് ഇതിലും കയറിയിട്ട് വനിതാ കമ്മീഷൻ വേണ്ട പോലെ ഇടപെടണം, കാര്യങ്ങളെല്ലാം ചെയ്യണം, അവൾക്ക് മാക്സിമം ശിക്ഷ വാങ്ങി കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ മലയാളി ചെറ്റുകൾ ഞാൻ പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരിനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെങ്ങനെ വൈറലാക്കും. പെണ്ണുങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോ ഇടണം, റീച്ചിന് വേണ്ടിയിട്ട് അവരവരുടെ കഴിവുകൾ ചെയ്യും. അല്ലാണ്ട് ഈ ഒരു വീഡിയോ ഇട്ട് അവർക്ക് റീച്ച് ചെയ്തിട്ട് അവർക്ക് ഇൻസ്റ്റാഗ്രാമൊന്നും സോഷ്യൽ മീഡിയയിൽ ഒന്നും അവർക്ക് കിട്ടാനില്ല. അതാദ്യം മനസ്സിലാക്കുക. എന്തെങ്കിലും ഒന്ന് കിട്ടി അതിനെയും വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മലയാളികൾ. ഒരു കോയിന് 2 വശമുണ്ട്, 2 കാര്യങ്ങളാവാം. അദ്ദേഹം ഇപ്പം ഇന്ന് മരിച്ച ആ വ്യക്തി നിരപരാധിയാണെങ്കിൽ ഈ പെണ്ണിന് ശിക്ഷ കിട്ടണം. അതാണ് പെണ്ണെന്നല്ല, ആരാണോ നിരപരാധി അവർക്ക് എതിരെ ശിക്ഷ കിട്ടണം. ഓക്കെ, അത് പെണ്ണാണെങ്കിലും അങ്ങനെ. പക്ഷേ അതിനപ്പോഴേക്കും മൊത്തത്തിലൊരു ക്യാമ്പയിനിങ് പോലെ ഇറങ്ങി അതിനങ്ങോട്ട് ഇതാക്കി 2 ദിവസം ചർച്ച ചെയ്യും, അത് കഴിഞ്ഞ് അങ്ങനെ വിടും. ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പോലെ എന്താ ഇതിന് പറയുക, അവസരവാദി എന്ന് തന്നെ ആരോ പറഞ്ഞു. പക്ഷേ ഈ അവസരവാദി കളി മാക്സിമം ആരും കളിക്കാണ്ടിരിക്കുക, മനസ്സിലായില്ലേ? തെറ്റാരാണോ ചെയ്ത് അവർക്ക് ശിക്ഷ കിട്ടണം. അതാണാണേലും പെണ്ണാണേലും ആ രീതിയിൽ കാണാൻ മാക്സിമം എല്ലാത്തിനും ശ്രമിക്കുക.